പെയിന്റ് ഒരേ പെയിന്റ്, ഒരേ രീതി, ഒരേ പ്രവർത്തനം, ഒരേ ശൈലി, അതിനുള്ള നിർദ്ദേശമാണ് DGP നൽകിയത്. എന്നാൽ കേരളത്തിൽ സന്തോഷത്തോടെ പറയട്ടെ, എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഒരേ കളറിലുള്ള പോലീസ് സ്റ്റേഷനുകളായി മാറുകയാണ്. 484 പോലീസ് സ്റ്റേഷനുകൾ. കളറ് മാറുക മാത്രമല്ല, പ്രവർത്തനത്തിലും മാറ്റം വരികയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ചെന്നാൽ പഴയ കാലത്ത് വേണ്ടത്ര സൗഹൃദത്തോടെ അവരെ ഒന്ന് പെരുമാറുന്നില്ല എന്ന പരാതിയുണ്ട്. ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ അവരെ സ്വാഗതം ചെയ്യുന്ന, അവർക്ക് ഗുഡ് മോർണിംഗ് പറയുന്ന, അവരെ സ്വീകരിക്കുന്ന, അവരോട് ഇരിക്കാൻ പറയുന്ന ഒരു പ്രവർത്തന ശൈലിയിലൂടെയാണ് പരാതിയുമായി വരുന്ന ആളുകളെ പോലീസ് സ്വീകരിക്കാൻ പോകുന്നത്. പരാതിയോ കൊടുക്കാൻ വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതെങ്കിൽ ഇന്നൊരു മൊബൈൽ ഫോൺ കളഞ്ഞു പോയാൽ ഓടിച്ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിലാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ആളുകൾ പോകുന്ന പോലീസ് സ്റ്റേഷനിലാണ്. ഹൊറർ സിനിമയിലെ കെട്ടിടം പോലെയാണ് പല പോലീസ് സ്റ്റേഷനുകളും ഉണ്ടായിരുന്നത്. പഴകി തുരുമ്പിച്ച വാഹനങ്ങൾ, വർഷങ്ങളായി മണൽ ലോറികൾ, അവിടെ പാമ്പും പഴുതാരയും നിറഞ്ഞ പോലീസ് സ്റ്റേഷന്റെ പ്രിമിസിസുകളാണ്, പരിസരങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പഴയ വാഹനങ്ങൾ മാറ്റാനും നമുക്ക് വിൽക്കാൻ കഴിയുന്ന വിറ്റ് ട്രഷറിയിലേക്ക് പണമടയ്ക്കാനും കോടതികളിൽ കിടക്കുന്ന കേസുണ്ടെങ്കിൽ ആ കോടതികളിൽ കേസ് പെട്ടെന്ന് തീർക്കാനും നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ആക്രി കടകളെ പോലെ പഴയ തുരുമ്പിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല എന്ന വലിയ ആവേശത്തോടെ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറുന്ന കുറ്റവാളികളാണെന്നുള്ള ധ്വനി മാറണം. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന കുറ്റവാളികൾ മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും പോലെ തന്നെ സേവന കേന്ദ്രങ്ങളാണ്. ആർക്കാണ് പോലീസിനെ പേടിക്കേണ്ടി വരുന്നത്? കുറ്റം ചെയ്തവർക്കാണ്, തെറ്റ് ചെയ്തവർക്കാണ്. അല്ലാത്ത ഒരാളും പോലീസിനെ പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറണം, അവിടെ നിന്നുള്ള സേവനങ്ങൾ സ്വീകരിക്കണം, പോലീസിങ്ങിനെ അവരെ സഹായിക്കണം. ഇന്ന് ഓപ്പറേഷൻ തുഫാൻ വിജയിച്ചതിന്റെ പ്രധാന കാരണം ജനങ്ങളുടെ പിന്തുണയാണ് എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ ആളുകൾ, ജനങ്ങൾ കയറി രഹസ്യമായി കൊടുക്കുന്ന വിവരങ്ങളും ഫോണിലൂടെ നൽകുന്ന സന്ദേശങ്ങളുമാണ് ഓപ്പറേഷൻ തുഫാനെ ഒരു വൻപിച്ച വിജയമാക്കിയത്. ഇന്ന് ഓപ്പറേഷൻ തുഫാൻ തുടങ്ങിയിട്ട് 75 ദിവസമായി. ഈ 75 ദിവസത്തിനുള്ളിൽ 10,000-ത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു. പേടിയിലാണ് പോലീസിങ് എന്നുള്ള തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ധാരണ മാറുന്നു. ബലം പ്രയോഗിച്ചും ലാത്തി വീശിയും തോക്ക് കാണിച്ചും നിയന്ത്രിച്ചിരുന്ന ആദ്യകാല പോലീസിന്റെ രീതി തന്നെ ഇന്ന് ലോകത്തെമ്പാടും മാറുകയാണ്. ലോകരാജ്യങ്ങളിൽ നമ്മൾ പോയാൽ എന്താ, ഒരിടത്തും യൂണിഫോം ഇട്ട പോലീസിനെ നമ്മൾ കാണില്ല. പക്ഷേ നമ്മളെ നിയന്ത്രിക്കാൻ അവിടെ പോലീസ് ഉണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അദൃശ്യമായ പോലീസിന്റെ കരങ്ങൾ എല്ലായിടത്തും നമ്മളെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കേരള പോലീസിനെ അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഇന്റർനാഷണൽ പോലീസിന്റെ രീതികൾ, സിനിമകൾ, ഡോക്യുമെന്ററികൾ, റീലുകൾ തുടങ്ങിയതിലൂടെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളും അതുപോലെ മാറാൻ ആഗ്രഹിക്കുന്നു. കാലാന്തരത്തിൽ ആ മാറ്റം ഉണ്ടാകും. കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന തലമുറയാണ് ഇന്നുള്ളത്. പോലീസ് സേനയിലും ഡിഗ്രിയുള്ളവർ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ, LLB പഠിച്ചവർ, ഞാൻ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പോകുമ്പോൾ കാണാം പല ആളുകളും LLB പാസ്സായവർ, MA MCOM പാസ്സായവർ, മികച്ച ഡിഗ്രിയുള്ള ചെറുപ്പക്കാരാണ് ഇന്ന് പോലീസ് സേനയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ ജൻസി തലമുറയാണ് നാടിന്റെ യുവത്വം. ഇന്നത്തെ പോലീസ് പഴയ പോലീസ് അല്ലെന്ന് പറയാനുള്ള കാരണം വളരെ മാറ്റം പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നിയമം അറിയില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല. എല്ലാവരും നിയമം അറിഞ്ഞിരിക്കണം.
നിയമപാലകന്മാരാണ് പോലീസുകാർ. അവർ ആ നിയമത്തെ പാലിക്കാനും ഉറപ്പുവരുത്താനും ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ തന്നെയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ മൈ പോലീസ് സ്റ്റേഷൻ കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ക്യാമറകളുണ്ട്, സെല്ലിനകത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി അക്രമങ്ങൾ കേരള പോലീസിന് ഒത്തിരി ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതൊരിക്കലും കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാവില്ല, കസ്റ്റഡി അക്രമങ്ങൾ ഉണ്ടാവില്ല, സെല്ലുകളിൽ അക്രമങ്ങൾ ഉണ്ടാകില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മൾ നിറവേറ്റേണ്ടതായിട്ടുള്ളത്. രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് പോലീസ് സേനയിൽ കാര്യമായൊരു മാറ്റം വരുന്നു. പണ്ട് കാലഘട്ടങ്ങളിൽ SI ആയിരുന്നു സ്റ്റേഷന്റെ ചുമതല, CI ക്കായിരുന്നു സൂപ്പർവിഷന്റെ ചുമതല, അതിന്റെ മുകളിൽ DYSP ഉണ്ടായിരുന്നു. ഇന്ന് അടുത്ത കാലത്ത് പോലീസിന് എല്ലാ സ്റ്റേഷന്റെയും ചുമതല SHOയ്ക്ക് മാറി. SI മാർക്ക് പ്രത്യേക പണിയൊന്നുമില്ലാതിരിക്കുന്നു. ഞാൻ DGPയുടെ നേതൃത്വം ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി വിശദമായ കാര്യങ്ങൾ പരിശോധിച്ചു. എല്ലാ മുൻ DGPമാരെയും ഞാൻ വിളിച്ചു. അവരോട് വിശദമായി ഞാൻ ചോദിച്ചു ഏത് പദ്ധതിയാണ് നല്ലത്. മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചു. എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച ശേഷമാണ് കേരള പോലീസിൽ ഈ സമഗ്ര മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചത്. അവരുടെ 2-3 പോലീസ് സ്റ്റേഷന്റെ സൂപ്പർവൈസറി ചുമതലയുള്ളത്. ഇപ്പോൾ DYSPമാർ 9 സ്റ്റേഷന്റെ സൂപ്പർവൈസറി ചാർജുള്ള DYSPമാരുണ്ട്. ജോലി ഭാരം കൊണ്ടത് മുന്നോട്ട് പോയില്ല. അതുപോലെ 63 പോലീസ് സ്റ്റേഷനുകളിൽ സ്ത്രീകളായിരിക്കും SHOമാരെന്ന വിപ്ലവകരമായ തീരുമാനം നമ്മൾ ഇതോടുകൂടി എടുക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഞാൻ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, കേരളത്തിൽ വനിതാ SHOമാരുണ്ടോ? ഞാൻ ചെറിയ ജാള്യതയിലായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്ന സ്ത്രീ പോലീസുകാരാണ് തമിഴ്നാട്ടിൽ, അവരാണ് SHOമാരായി പ്രവർത്തിക്കുന്നത്. അതിൽ നൽകിയ ഒരു പ്രേരണ കൂടിയാണ് 63 പേരെ നമ്മൾ സ്ത്രീ SHOമാരായി നിയമിക്കാൻ തീരുമാനിച്ചത്. അതുപോലെ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു. DIG മുതൽ താഴോട്ടുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനുകൾ സന്ദർശിക്കണം, സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം, ഫീഡ്ബാക്ക് എടുക്കണം. ഓരോ പോലീസ് സ്റ്റേഷനിലും ഇനിയും വരുത്തുന്ന മാറ്റങ്ങളെ പറ്റി DGPക്ക് ADGP ലോ ആൻഡ് ഓർഡർ അവർ തൻ്റെ റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. പോലീസുകാരുടെ ജോലിഭാരം കുറയ്ക്കുക ഒരു പ്രധാന കാര്യമാണ്. ജനസംഖ്യ ആനുപാതികമായി നമുക്ക് വേണ്ടത്ര പോലീസില്ല. പക്ഷേ സാമ്പത്തിക പരാധീനത ഉള്ളത് കൊണ്ട് സർക്കാരിന് കൂടുതൽ പോലീസുകാരെ പലപ്പോഴും നിയമിക്കാൻ കഴിയില്ല. പക്ഷേ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന, യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുകയാണെങ്കിൽ ഈ പോലീസിലുള്ള അമിത ജോലി ഭാരവും ആത്മഹത്യാ പ്രവണതകളും നമുക്ക് ഇല്ലാതാക്കാമെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ 2 ആഴ്ചയായി കേരളത്തിലെ എല്ലാ പോലീസ് SHOമാർക്കും CIമാർക്കും ട്രെയിനിങ് നൽകുകയാണ്. ഇന്നത്തോടുകൂടി ആ ട്രെയിനിങ്ങുകൾ പൂർത്തിയാകുന്നു. സ്വാതന്ത്ര്യദിനത്തോടുകൂടി കേരള പോലീസിന് പുതിയ മുഖം വരുന്നു. ഇതിനെല്ലാം പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപൂർണമായ പിന്തുണ നമുക്കുണ്ട് എന്ന് കൂടി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ആരോഗ്യമന്ത്രി എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ തീർച്ചയായും മേയറും അതോടൊപ്പം തന്നെ എല്ലാം രംഗത്തുമുള്ള ആളുകളുടെ സഹകരണം പോലീസ് തേടുകയാണ്. പോലീസ് ജനകീയ പോലീസാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് പോലീസ്. ഈ പോലീസ് സംവിധാനത്തെ സഹായിക്കണം, ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കേരള പോലീസിന്റെ ഏറ്റവും പ്രമുഖമായ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ സാദരം ഞാൻ ക്ഷണിക്കുക. ഇതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഡ്രഗ് ഹണ്ട് നടക്കുന്നത്. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾ പോലും മാതൃകയായി ആ പദ്ധതിയെ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ
അവരെല്ലാം പൂർണ്ണമായ സഹകരണമാണ് അതിന് വാഗ്ദാനം നൽകിയത്. തീർച്ചയായും മയക്കുമരുന്നിൽ നിന്ന് കേരളത്തിന്റെ യുവത്വത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ ശ്രമങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായി മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പോലീസിനെ കുറിച്ചുള്ള ആളുകളുടെ ധാരണ വളരെ വളരെ വ്യത്യസ്തമാണ്. വർഷങ്ങളായി പോലീസ് ഒരു ഭയമാണ് ജനങ്ങളിൽ സൃഷ്ടിക്കുന്നത്. പഴയ മലയാള സിനിമകളിലെ ഹേഡ് കുട്ടമ്പിള്ള എന്നൊരു കഥാപാത്രമുണ്ട്. സ്ഥിരം ടിപ്പിക്കൽ കഥാപാത്രമാണ്. റോട്ടിൽ ഈ ഏഴ് കുട്ടമ്പിള്ള ഇറങ്ങിയാൽ അന്ന് ഹാഫ് നിക്കറാണ് അന്ന് ഉള്ളത്. ആ നിക്കറുമായിട്ട് വലിയ കൊമ്പം മീശയൊക്കെ പിരിച്ച് ഏഴ് കുട്ടമ്പിള്ള ഇറങ്ങുമ്പോഴേക്കും റോഡിലരികെ നിൽക്കുന്ന ആളുകളെല്ലാം ഓടി അകത്ത് വീട്ടിൽ കയറി എല്ലാ ഡോറടയ്ക്കും. അങ്ങനെ ഒരു ആളുകളുടെ പേടി സ്വപ്നമായിട്ടാണ് പോലീസിനെ പഴയ കാലത്തിൽ നമ്മുടെ ചെറുപ്പത്തിലെല്ലാം സിനിമകളിലൂടെയെല്ലാം അവതരിപ്പിച്ചിരുന്നത്. അതിൽ നിന്നെല്ലാം മാറി പോലീസ് ഒരു സുഹൃത്താണ്. നമുക്ക് ഒരു സഹായം വേണ്ടി വരുമ്പോൾ ഓടിയെത്തുന്ന ഒരു ബന്ധുവാണ് എന്നുള്ള നിലയിലേക്ക് കേരള പോലീസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ ശ്രമമാണ് മൈ പോലീസ് സ്റ്റേഷൻ. എൻ്റെ പോലീസ് സ്റ്റേഷനാണിത്. എനിക്ക് സംരക്ഷണം നൽകുന്ന, എനിക്ക് തണൽ നൽകുന്ന, എന്നെ ചേർത്ത് നിർത്തുന്ന, എനിക്കൊരു സങ്കടം വരുമ്പോൾ എൻ്റെ കൂടെ ഓടിയെത്തുന്നതാണ് പോലീസ് എന്നുള്ളൊരു പുതിയ ആധുനിക കാലത്തെ ഏറ്റവും മോഡേൺ കൺസെപ്റ്റാണ് ഈ മൈ പോലീസ് സ്റ്റേഷനിലൂടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഞാൻ ഈ പ്രധാനപ്പെട്ട പദ്ധതി നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെയും പോലീസ് സേനയിലെ നേതൃത്വത്തെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. 2-3 കാര്യങ്ങൾക്കാണ് ആളുകൾ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. ഒന്ന്, പരാതി കൊടുക്കാൻ. 2, ഒരു ക്രൈം നടന്നാൽ അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കാൻ. ഇങ്ങനെ ഒരു ക്രൈം നടന്നു എന്നുള്ള പരാതി പറയാൻ. അത് ചിലപ്പോൾ അഗ്നിയുടെ പാർട്ടി ആകണമെന്നില്ല, ആ കുറ്റകൃത്യത്തിന് ഇരയായ ഒരാളാകണമെന്നില്ല, മറ്റൊരാൾക്ക് പോയി കൊടുക്കാം. 3ാമത് വരുന്നത് പല സർട്ടിഫിക്കറ്റുകൾക്കും മറ്റ് കാര്യങ്ങൾക്കും, പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ടിന്റെ കാര്യം, ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ചെല്ലുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ആളുകളിൽ പ്രായമായ ആളുകളുണ്ട്, സ്ത്രീകളുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും, പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആളുകളുണ്ടാവും. ആദ്യം മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ധാരണ വരണമെങ്കിൽ അവരോട് സൗമ്യമായും സ്നേഹമായും ഇടപെടണം. പോലീസിൽ പരാതി കൊടുക്കാൻ ഒരാൾ ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു നീതി കിട്ടും എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാക്കണം. ഞാനൊരു കുറ്റകൃത്യം ചെയ്താൽ പോലീസ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്ന നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അത്ര ശക്തമാണ് പോലീസ് എന്നുള്ളതാണ്. ആ ഭയമാണ് കുറ്റവാളികളുടെ മനസ്സിലും കുറ്റം ചെയ്യാനുള്ളവരുടെ മനസ്സിലുണ്ടാകുന്നത്. പോലീസിനൊരു ഡിറ്ററന്റ് ഫാക്ടറുണ്ട്. അതാണ് പോലീസ്. അല്ലാതെ പോലീസ് സേനയുടെ അംഗബലം കൊണ്ടല്ല ആളുകൾ പേടിക്കുന്നത്. പോലീസ് ഒരു കുറ്റകൃത്യം ചെയ്തതിൽ ഒരുപാട് പേര് കുറ്റകൃത്യം ചെയ്തതിന്, ഇപ്പൊ കുറ്റകൃത്യം ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേര് കുറ്റകൃത്യം ചെയ്തതിന്. കുറ്റകൃത്യം ചെയ്യാൻ മനുഷ്യന്റെ പരിണാമ ദശയിലൊക്കെ എല്ലാം പ്രേരണയുണ്ട്. സൊസൈറ്റിയായി ജീവിച്ചപ്പോഴാണ് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞത്. പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ്. എങ്കിലും ഒരു കുറ്റകൃത്യ വാസനയുണ്ട്. ആ കുറ്റകൃത്യ വാസനയെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത് ഈ പോലീസ് എന്നുള്ള ഒരു ഡിറ്ററന്റ് ഫാക്ടറാണ്. അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷിച്ച് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കും എന്നത് നിലനിർത്തണം. ഇന്ന് ലോകത്തെല്ലായിടത്തും കുറ്റവാളികൾ തന്നെ വളരെ അഡ്വാൻസ്ഡാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ആളുകളെ നഷ്ടപ്പെടുന്നത്. ഞാൻ 23 വർഷം മുമ്പ് ഒരു പഠന പര്യടനത്തിനായി അമേരിക്കൻ USA യാത്ര ചെയ്തു. USA ഒരു ഡെൻവർ എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. ഞങ്ങളുടെ ടീം അവിടുത്തെ പോലീസ് ചീഫുമായി ഒരു ഡിസ്കഷൻ നടത്തി. അന്ന് അവിടുത്തെ പോലീസ് ചീഫ് ഞങ്ങളോട് പറഞ്ഞു, സർ, വരാൻ പോകുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാലത്ത് സൈബർ കുറ്റകൃത്യങ്ങളാണ്. വഴിയിലൊരു കാറിലൊരു പേഴ്സ് കിടന്നാൽ അതിൽ ഡോളർ ഉണ്ടാവും. പക്ഷേ കുറ്റവാളി ഡോളർ എടുക്കാൻ പോകുന്നില്ല, ID കാർഡ് എടുക്കുന്നു. ആ ID കാർഡ് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ബാങ്കിലുള്ള പണം മുഴുവൻ എടുക്കും. പലതരത്തിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതുകൊണ്ട് 24 വർഷം മുമ്പാണ് ഡെൻവറിലെ പോലീസ് ചീഫ് അത് പറഞ്ഞത്. ഇനി വരാനിരിക്കുന്ന നാളുകളിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് സൈബർ കുറ്റകൃത്യമാണ്. അപ്പോൾ ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ വികസിക്കുന്നത് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, മെഷീൻ ലേണിംഗ് വന്നു, റോബോട്ടിക് ടെക്നോളജി വന്നു, ഒരുപാട് ഫ്യൂച്ചർ ടെക്നോളജികൾ വന്നു. സോ നമ്മൾ അറിയേണ്ടത് അതനുസരിച്ച് കുറ്റവാളികൾ ഈ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതാണ്. അതനുസരിച്ച് പോലീസിനെ അതിന് റെഡിയാക്കി മാറ്റുക, പോലീസിനെ എക്യുപ്പ് ചെയ്യുക. ഈ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ
ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നടന്നാൽ ആ കുറ്റകൃത്യത്തിന്റെ തെളിവുകൾ നശിപ്പിച്ചു കളയാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വേണം. നമ്മളൊരു പോലീസ് ആക്ട് ഉണ്ടാക്കി, കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാനതിൻ്റെ നിയമസഭാ സമിതിയിലെ അംഗമായി. MK ഹേമേന്ദ്രൻ അന്ന് അതിനുള്ളതാണ്. അതൊരു മികച്ച ആക്റ്റായിട്ട് പിന്നീട് മാറി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവരത് ഇതുപോലെ ഒരു ആക്ട് കൊണ്ടുവന്ന് ചെയ്തത് വളരെ ശ്രമകരമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. അന്ന് ഞങ്ങൾ അതിൻ്റെ ഭാഗമായി രാജ്യത്തുടനീളം സന്ദർശിച്ചു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹൈദരാബാദിലെ പോലീസ് അക്കാഡമി സന്ദർശിച്ചു. അവിടെ ഹൈദരാബാദിൽ ഗ്രേ ഹൗസ് എന്ന് പറയുന്ന മാവോയിസ്റ്റുകളെ നേരിടുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ഞങ്ങൾ അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തി. അപ്പോൾ അവരന്ന് പറഞ്ഞത്, ഞങ്ങൾ തുടക്കത്തിൽ അവർ വലിയ അക്രമം നടത്തുന്ന നക്സലുകളാണ്, മാവോയിസ്റ്റുകൾ വലിയ തോതിൽ അക്രമങ്ങൾ നടത്തുന്നവരായിരുന്നു. അവരെ നേരിടാനുണ്ടാക്കിയ പോലീസ് ഫോഴ്സാണ്. അവർ പറഞ്ഞു, ആ പോലീസ് ഫോഴ്സ് ആദ്യം ഉണ്ടാകുമ്പോൾ അവരെക്കാൾ എക്യുപ്ഡാണ് കാടിനകത്തുള്ളവർ. അവർ പോലീസിന്റെ കയ്യിലുള്ളതിനേക്കാൾ മികച്ച വയർലെസ് സെറ്റ്, പോലീസിന്റെ കയ്യിലുള്ളതിനേക്കാൾ മികച്ച ആയുധങ്ങൾ, അവിടുത്തെ മെഷീൻ ഗണ്ണൊക്കെയാണ്. ഇവിടെ നമ്മൾ ഓരോ റൗണ്ടും നിറക്കേണ്ട തോക്കുമായിട്ടാണ് പോലീസ് പോകുന്നത്. പോലീസ് ആദ്യം ചെയ്തത് അവരുടെ ശത്രുവിൻ്റെ കയ്യിലുള്ള സംവിധാനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി, കുറ്റവാളികളുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി പോലീസ് അതനുസരിച്ച് എക്യുപ്പ് ചെയ്തിട്ടാണ് പൂർണ്ണമായി അവിടെ നിന്ന് തുടച്ചു നീക്കി ആ ഗ്രേ ഹൗസ് എന്ന് പറയുന്ന പോലീസ് സംവിധാനം. അപ്പോൾ ഇപ്പോഴുള്ള കുറ്റകൃത്യങ്ങളുടെ നേച്ചർ എന്ന് പറയുന്നത് മാറുക. വളരെ നമ്മൾ ഓരോ കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ വളരെ ബ്രൂട്ടലാണ്. ഒരുപക്ഷെ ഡ്രഗ്സിൻ്റെ യൂസ് കൂടി ഈ കുറ്റകൃത്യങ്ങളുടെ നേച്ചറിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിരുന്നു. സാധാരണ പോലെയല്ല. നമ്മൾ ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർ ഒരേപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യും. പക്ഷെ നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിന് തന്നെ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. ക്രൂരമായ വീടുകൾക്കകത്ത് കുറ്റകൃത്യങ്ങൾ നടത്തും, വലിയ തോതിൽ. അതിനത് മറച്ചു വയ്ക്കുക, പുറത്തു പറയാതെ. അത് ഡ്രഗ്സിൻ്റെ ഇമ്പാക്റ്റാണ്. പലതരത്തിൽ പുറത്തു പറയുന്നില്ല. പുറത്തു പറഞ്ഞാൽ മകൻ ജയിലിൽ പോകുമോ, ബന്ധുക്കൾ ജയിലിൽ പോകുമോ എന്നുള്ള ഭയമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വർദ്ധിക്കുന്നതനുസരിച്ച് പോലീസ് അതിനോടുള്ള അപ്രോച്ച്, അന്വേഷണ രീതികളിലെല്ലാം മാറ്റം വരണം. അതിനുള്ള നല്ല പ്രൊഫഷണലിസമുള്ള ഒരു പോലീസാക്കി കേരളത്തെ മാറ്റാൻ, പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോലീസാക്കി കേരളത്തിലെ മാറ്റാൻ എല്ലാം ഈ മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഈ വലിയ പദ്ധതിക്ക് കഴിയും എന്നാണ് എൻ്റെ പ്രത്യാശ. നമ്മൾ ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു ട്രാഫിക് ഒഫൻസ് നടത്തിയാൽ വളരെ ബഹുമാനത്തോടു കൂടിയാണ് പോലീസ് വന്ന് പറയുന്നത്. താങ്കളൊരു ഒഫൻസ് ചെയ്തു, അതിൻ്റെ അകത്ത് പെനാൽറ്റി എന്താണെന്ന് പറഞ്ഞാൽ പെനാൽറ്റി അടയ്ക്കണം എന്ന് പറയും. വളരെ ബഹുമാനത്തില്ല. ചെയ്തില്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറും. അപ്പോൾ നമുക്കൊരു കുറ്റവാളികളോടെന്ന് അല്ല അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ഒരു ബന്ധം, ഇത് നമ്മുടെ ആളാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് പോലീസ്, ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഉള്ളത് എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പദ്ധതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൈ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതി ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ പണ്ടൊക്കെ ഒരു ചെറുപ്പക്കാരൻ പോലീസിൽ കയറിയാൽ ഒരു മാന്യമായ വേഷം കിട്ടണമെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ വരെ കാത്തിരിക്കും. SI വരെ എന്ന് ഈ വേഷമാണ്. SIക്ക് ഒരു ബെൽറ്റും ഉണ്ടാകും. പണ്ടൊരു മലയാള സിനിമ ഇറങ്ങിയിട്ട് ക്രോസ് ബെൽറ്റ് എന്നായിരുന്നു പേര്. അത് ഈ ബെൽറ്റിനനുസരിക്കുന്ന ഒരു ചിത്രം. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പക്ഷേ മാറാതെ നിന്നൊരു കാര്യം, സ്റ്റേഷനിൽ ചെല്ലുന്നവരോടുള്ള പെരുമാറ്റത്തിൽ മാത്രം കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഈ മൈ പോലീസ് വരുന്നതോടുകൂടെ അതിലൊരു കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സ്റ്റേഷനിൽ പരാതി പറയുന്നവരും ഇൻഫർമേഷൻ തരാൻ വരുന്നവരോടൊക്കെ തന്നെ മൈ പോലീസ് വേണം. പക്ഷേ കുറ്റവാളിയോട് ഓൾഡ് പോലീസാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചില ആൾക്കാർ കിട്ടേണ്ട പോലെ കിട്ടിയാലേ മതിയാവും. അതുകൊണ്ട് ന്യൂ പോലീസും വേണം, എന്നാൽ ഓൾഡ് പോലീസ് അങ്ങനെ മറക്കണ്ട. കുറ്റവാളിയോട് ഓൾഡ് പോലീസും പരാതി പറയാൻ വരുന്നവരോട് ന്യൂ പോലീസുമായിട്ട് നമ്മുടെ പോലീസിലൊരു മാറ്റമുണ്ട്. അതായത് അന്ന് സംഘടനാ പ്രവർത്തനം നടത്താൻ ഇറങ്ങുമ്പോൾ ചോദിക്കാനും പറയാനും അത്യാവശ്യം ആൾക്കാരൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് മുതലുള്ള പോലീസ് സംവിധാനത്തെക്കുറിച്ച് ഇന്ന് മേയറായതിനു ശേഷമുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട്
ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊന്ന് സ്റ്റേജിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ സാഹചര്യം ഒരുപക്ഷെ എത്രത്തോളം കടന്നു വന്നു. കാരണം ഏതെങ്കിലും ഒരു സമയം ഒന്നുകിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗമാകുവാനുള്ള പൊതുപ്രവർത്തന രീതിയുടെ കടന്നു വന്നതുകൊണ്ട് ഞങ്ങളൊക്കെ അനുഭവിച്ച അത്രത്തോളം ഭീകരത അനുഭവിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അതോടൊപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ 10-12 വർഷം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ, ക്രിമിനൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ജൂനിയറായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കേസന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്കും അതുപോലെ തന്നെ CD ഒക്കെ പരിശോധിക്കാൻ അവസരം കിട്ടിയപ്പോഴേക്കും കൃത്യമായിട്ടുള്ള പോലീസിൻ്റെ എല്ലാ നീക്കങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിരിക്കുന്നത്. തീർച്ചയായിട്ടും അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഏറ്റവും മികച്ച പോലീസ് സിസ്റ്റമാണ് കേരളത്തിലുള്ളത്. ഏറ്റവും മിടുമിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുള്ള പോലീസ് സംവിധാനം തന്നെയാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് പറയാൻ വേണ്ടി എനിക്ക് യാതൊരു മടിയുമില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധാനം തന്നെയാണ്. അത് സ്വീകരിച്ച സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയോട് ഞാൻ കൃത്യമായിട്ട് ഞങ്ങളുടെ അഭിപ്രായവും അതിന് സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്കൊരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉൾപ്പെടെ സൂചിപ്പിക്കാനുള്ളത്, പോലീസിൻ്റെ ജനറലായിട്ടുള്ള നേച്ചർ ഞാനിവിടെ പറഞ്ഞിരുന്നു. നമ്മൾ കൃത്യമായിട്ട് നിയമം നടപ്പിലാക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ പ്രതിസന്ധികളുണ്ട്. എനിക്ക് രസകരമായ ഒരു അനുഭവം വന്നത്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന സമയത്ത് കുറച്ച് വികൃതി കൂടുതലുള്ള ഒരു പ്രവർത്തകനെ ഞാൻ പിന്നീട് ഒരിക്കൽ ദുബായിൽ പോയപ്പോഴേക്കും എന്നെ റിസീവ് ചെയ്യാൻ വന്നു. 2 ദിവസം കൊണ്ടുവരുന്ന അദ്ദേഹമാണ്. അപ്പോൾ എന്നെ കൊണ്ട് ഇറങ്ങി ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് ചേട്ടോട് ഞാൻ കാറൊന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. പിന്നെ സാധാരണ ശൈലി വെച്ച് എവിടെയാണോ വണ്ടി നിർത്തുന്നത് അവിടെയാണ് പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ വളരെ മര്യാദയ്ക്ക് കൊണ്ടുപോയി കൃത്യമായിട്ട് 2 ലൈൻ ഇട്ടതിൻ്റെ ഇടയിൽ തന്നെ പാർക്ക് ചെയ്തു. അപ്പോൾ ഞാനൊന്നും ചോദിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേറെ സ്ഥലത്തൊരു ഹോട്ടലിൽ ഇറങ്ങിയപ്പോഴേക്കും ഓടിപ്പോയിട്ട് ഞാനത് ആദ്യമായിട്ടാണ് സംവിധാനം കാണുന്നത്. അടുത്തിരുന്ന ഒരു ബോക്സിൽ പോയി ചാർജ് ചെയ്തു. ഞാൻ എന്താ ചാർജ് ചെയ്തത്, എൻ്റെ പാർക്കിങ്ങിൻ്റെ പൈസ തീർന്നു, അതുകൊണ്ട് ചാർജ് ചെയ്തിരുന്നുണ്ടെങ്കിൽ പെനാൽറ്റി വരും. ഞാൻ ഓർത്ത് 1 വർഷം മുമ്പ് കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴേക്കും റോഡിൻ്റെ നടുക്കാണ് ബൈക്ക് നിർത്തുന്നതെങ്കിൽ അവിടെ തന്നെയാണ് അയാളുടെ പാർക്കിംഗ് ഗ്രൗണ്ട് ആയിരുന്ന വ്യക്തി ആരും പറയാതെ ഒരു സിസ്റ്റത്തിൽ നിന്നും മാറിയപ്പോഴേക്കും ആരും പറയാതെ നിയമത്തെ അനുസരിക്കുന്ന കൗതുകരമായ കാഴ്ച ഞാനൊരിക്കലും സാക്ഷ്യമില്ല. മേയറായതിനു ശേഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ മാലിന്യം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ പ്രത്യക്ഷപ്പെടും. 2 ദിവസം കഴിയുമ്പോൾ ഇല്ലാതെ ഒക്കെ വരും. ഞങ്ങൾ 6 മാസം, അതായത് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അത് മിനിമം ഉപയോഗിക്കണമെന്നുള്ള അഭിപ്രായം ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വലിയ റെയ്ഡോ ചാനലുമായിട്ടുള്ള പോക്കോ ഒന്നും നടത്തിയില്ല. ഒരു പരിധിവരെ ജനങ്ങളൊക്കെ തന്നെ കോർപ്പറേഷൻ ജീവനക്കാരെ വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോഴാണ് അങ്ങ് വലിച്ചെറിയുക, വാർത്ത വരുത്തുക, ബോധപൂർവ്വം വാർത്ത വരുത്തുക. തീർച്ചയായിട്ടും പോലീസുമായിട്ട് സംസാരിച്ചു. 2 ആക്ഷൻ. ഒരാൾ അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്ന ഒരാളിനെ കോർപ്പറേഷൻ ജീവനക്കാർ തടഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷ കയറ്റി ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുത്തു. 24 മണിക്കൂറിനകം തിരുവനന്തപുരത്ത് പോലീസ് അയാളെ തമിഴ്നാട്ടിൽ പോയിട്ട് അറസ്റ്റ് ചെയ്യുവാൻ. ബാക്കിയൊക്കെ 5-10 ലക്ഷം രൂപ ആട്ടോറിക്ഷ എന്തൊക്കെയാണ്. ഒരു വാഹനവും ഏത് നേതാവ് വിളിച്ചു പറഞ്ഞാലും വിടാതെ കോർപ്പറേഷന് മുമ്പിൽ എല്ലാവരും കാണത്തക്ക പ്രദർശിപ്പിക്കുകയും കൂടെ ചെയ്തപ്പോഴേക്കും ഇപ്പോൾ ആ ബുദ്ധിമുട്ടേ ഒഴിവായി കഴിയുന്നില്ല. സൂചിപ്പിച്ചത് പോലീസിൻ്റെ അതുപോലെ തന്നെ പാളയത്ത് 45 വർഷമായിട്ട് ഒരു കൂട്ടം മീൻ വിൽക്കണമെങ്കിൽ 25 രൂപയാണ് കോർപ്പറേഷൻ തരുന്നത്. 500 രൂപ പെർ ഡേ വാങ്ങുകയാണ്. എവിടെയാണ്? അപ്പുറത്ത് മുഖ്യമന്ത്രി ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ്, ഇപ്പുറത്ത് കോർപ്പറേഷൻ്റെ മേയർ ഇരിക്കുന്നതിനിടയ്ക്കുള്ള പാളയം എന്ന് പറയുന്ന കണ്ണായ സ്ഥലത്ത് കന്നിവേര മാർക്കറ്റിൽ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ വെച്ച് 200 പേരുടെ കയ്യിൽ നിന്നും കഴിഞ്ഞ ലാസ്റ്റ് 45 ഇയേഴ്സ് കളക്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു ജോലിയും ചെയ്യാതെ 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തെ ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പോലീസിൻ്റെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലുണ്ട്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, മടിയുമില്ല അത് പറയാൻ വേണ്ടി. ഞങ്ങളൊരു സമരം നടന്നു സമയം ഞാൻ വ്യത്യസ്തമായ ഉദ്യോഗസ്ഥരുടെ മാനസിക നിലവാരം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ രീതി വെച്ചുകൊണ്ട് ശൈലി മാറും. പോലീസിൻ്റെ ജനറലായിട്ടുള്ള ശൈലിയെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സമരം നടന്നപ്പോഴേക്കും എൻ്റെ മേയറുടെ റൂം വരുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസ് എൻ്റെ പലരും വിളിച്ചു പറഞ്ഞു മേയറുടെ റൂം. ഞാൻ പറഞ്ഞു ചെയ്തോട്ടെ, അത് ആ ഡോർ മാത്രം ഒന്ന് എനിക്ക് വരുമ്പോഴേക്കും അകത്ത് കയറണം, എന്നെ കാണാൻ ആളിൽ വരണമെങ്കിൽ കയറണം. 2 സൈഡിൽ വിടുന്ന അവർ 24 മണിക്കൂർ റൂമിൽ വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുള്ള സമരം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് ഞങ്ങളൊക്കെ തന്നെയാണ്. സമരം ചെയ്യുന്നത് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. 10 മണിക്ക് പോകേണ്ട ഞാൻ സമരം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. 10 മണിക്ക് പോകേണ്ട ഞാൻ 12 മണി വരെ മറ്റുള്ള പരിപാടികളിലൊക്കെ പോയിട്ടിരുന്നു. 12 മണിയായപ്പോഴേക്കും പിന്നെ പോകാതിരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ പിന്നെ അടുത്ത വാർത്ത വരാൻ പോകുന്ന മേയർ ഒപ്പിടാത്തതുകൊണ്ട് ചെക്ക് ഒപ്പിടാത്തതുകൊണ്ട് പെട്രോൾ മുടങ്ങി വണ്ടി വഴിയിലായെന്ന് എനിക്ക് അടുത്ത വാർത്ത. ഞാനവിടെ ചെന്നു.
ചെന്നിട്ട് സ്വാഭാവികമായിട്ട് എനിക്ക് അകത്ത് കയറിയേക്കുള്ളൂ. അകത്ത് കയറി അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ആ ഡോറിൻ്റെ മുമ്പിലുള്ള പോലീസ് ഇരിക്കുന്നവരൊന്ന് മാറ്റി ഒരാളിനകത്ത് കയറണം, അത്രമാത്രം മതി. മുദ്രാവാക്യം വിളിക്കുന്നത് ചെയ്തോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് അകത്ത് കയറി, ഞാൻ അകത്ത് കയറി. അകത്ത് കയറിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴേക്കും മേയർ 1-ാം പ്രതിയായിട്ടാണ് എഫ്ഐആർ. ഞാൻ മനസ്സിലാക്കിയിട്ട് മേയർ 1-ാം പ്രതിയായിട്ട് ആദ്യത്തെ എഫ്ഐആർ വരികയാണ്. അതിനുശേഷമാണ് സമരം ചെയ്തവർ. അപ്പോൾ മാധ്യമക്കാർ എന്നെ വിളിച്ചു, മേയർ 1-ാം പ്രതിയാണ്, എന്താണ് റെസ്പോൺസ്? നമ്മൾ റെസ്പോൺസും ഇല്ല. 6 മാസമല്ലേ ഉള്ളൂ മേയർ ആയിട്ട്, 10-20 വർഷം ഒരുപാട് ക്രിമിനൽ കേസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു കേസ് എന്ന് പറഞ്ഞ് ഞാൻ എന്നെ വളരെ ലൈറ്റായിട്ട് പോസിറ്റീവ് സെൻസ് ചെയ്യാനാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇഡിയുടെ അന്വേഷണം നടന്നു. ഇഡിയുടെ അന്വേഷണം നടന്നിട്ട് 12,000-3,000 പേര് നിൽക്കുന്ന സ്ഥലത്തേക്ക് വനിതകൾ ഉൾപ്പെടുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് ഇറങ്ങി പോകാൻ പറയാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയി, പോലീസ് പുറത്തുണ്ടെന്ന് പറയുകയാണ്. 2,000-3,000 പേര് ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടാകാത്ത ധാർമ്മിക രോഷം 6 പേരുള്ള സ്ഥലത്ത് തോക്കെടുത്ത് മുകളിലേക്ക് വെടിവെക്കുവാൻ വേണ്ടി കാണിക്കുന്ന പോലീസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ജനറലായിട്ട് പോലീസിനെ കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിന് പോലീസിനെ കുറിച്ചുള്ള അസസ്മെന്റ് വരുന്നത് ഇവിടെയാണ്. തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുമ്പോഴേക്കും ആ മാറ്റത്തിന് അനുകൂലമായിട്ട് ജനാധിപത്യ കേരളം ചിന്തിക്കും. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി, ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ തന്നെ പറയാൻ പറ്റുന്ന ഒരു നിലവാരത്തിലാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതിനോട് കുറച്ച് യോജിക്കുകയാണ്. പോലീസ് സംഗീത സദസ്സ് നടത്തി, പോലീസ് എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടൊക്കെ ഉപദേശിച്ചുകൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കില്ല. കൃത്യമായിട്ട് വസ്തുതകൾ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മോസ്റ്റ് മോഡേൺ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പോലീസിൻ്റെതായ രീതിയിൽ പോലീസ് കാര്യങ്ങൾ മിനിമം ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും ജനാധിപത്യ കേരളത്തിൽ വലിയൊരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം.